ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ്. ഭൂമി വിൽക്കുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ആദായ നികുതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു വസ്തു, അത് ഭൂമിയായാലും അപ്പാർട്ട്മെൻ്റ് ആയാലും വീടായാലും ഫ്ലാറ്റ് ആയാലും ഒക്കെ വാങ്ങി വിൽപ്പന നടത്തി ലാഭം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ചിട്ടുള്ള ലാഭത്തിന് നമ്മൾ ആദായ നികുതി അടയ്ക്കുവാൻ ബാധ്യസ്ഥരാണ്. ഈ നികുതി രണ്ട് തരമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. രണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇനി ഇതോരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ഒരു വസ്തു വാങ്ങിയ തീയതിക്ക് ശേഷം 2 വർഷത്തിനകം നമ്മളത് വിൽപ്പന നടത്തി അത് ലാഭം നേടുകയാണെങ്കിൽ ആ ലാഭം കിട്ടിയ തുകയ്ക്ക് അടയ്ക്കേണ്ടി വരുന്ന ടാക്സാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. 2 വർഷത്തിന് ശേഷമുള്ള കാലാവധിയിൽ വിൽപ്പന നടത്തിയാൽ ലാഭം കിട്ടിയ തുകയ്ക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായിട്ട്, നമ്മുടെ വസ്തു വിറ്റ് കിട്ടിയ വിലയ്ക്കല്ല, വിറ്റ് കിട്ടിയ തുകയ്ക്കല്ല ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്, വിറ്റ് കിട്ടിയ ലാഭത്തിനാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. രണ്ടാമത്തേത്, നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട്, നമ്മൾക്ക് എക്സംഷൻസ്, ഇളവുകളൊക്കെ നേടാം എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ശമ്പള വരുമാനം 6 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വസ്തു 2 വർഷത്തിനുള്ളിൽ 27 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 7 ലക്ഷം രൂപയാണ് ലാഭം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ആദായ നികുതി റിട്ടേണിൽ നിങ്ങളുടെ ലാഭവും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്ലാബിലാണോ നിങ്ങൾ വരുന്നത് ആ സ്ലാബിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള നികുതി നിരക്ക് അടയ്ക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇപ്രകാരമാണ് നികുതി അടയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്രത്യേക ഡിഡക്ഷൻസ് ഒന്നും ഇല്ല എങ്കിലും ആദായ നികുതി നിയമത്തിലെ 80C മുതൽ 80U വരെയുള്ള നികുതി ഇളവുകൾക്ക് അർഹനെങ്കിൽ നിങ്ങൾക്കായത് ലഭിക്കുന്നതാണ്. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ 20 ലക്ഷത്തിന് വാങ്ങിയ വസ്തു നിങ്ങൾ 2 വർഷത്തിന് ശേഷമാണ് വിൽപ്പന നടത്തുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഈ നികുതി കണക്കാക്കുന്നത്. ആ പ്രത്യേക രീതിയിൽ നികുതി കണക്കാക്കി കിട്ടുന്ന തുകയ്ക്ക് 20% നിരക്കിൽ നികുതി അടയ്ക്കുവാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥനാണ്. ാക്കുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന ഘടകമാണ്. ഓരോ വർഷത്തിനും പണത്തിൻ്റെ മൂല്യത്തിനുണ്ടാകുന്ന മാറ്റമനുസരിച്ചിട്ട് ആദായ നികുതി വകുപ്പ് 2001 മുതലുള്ള ഓരോ വർഷത്തിനുമുള്ള ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2001 ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 100 2002 അത് 105 2003 അത് 109 2004 അത് 113 2023-24 ആയപ്പോഴത്തേക്കും അത് 348. ഉദാഹരണത്തിന് 2017 വാങ്ങിയ ഒരു വസ്തു 2023 വിൽപ്പന നടത്തുന്നു എന്നിരിക്കട്ടെ. നമ്മൾ 2017 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കണം, 2023 ഇൻഡെക്സും കണ്ടുപിടിക്കണം. എന്നിട്ട് 2023 ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ 2017 ഇൻഡെക്സ് ഇൻറ്റു വാങ്ങിയ വില അതെത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ തുക വിറ്റ വിലയിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. കുറച്ച് കിട്ടുന്ന തുകയുടെ 20% നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. വാങ്ങിയ വസ്തു മുനിസിപ്പൽ പരിധിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പഞ്ചായത്ത് ഏരിയയിൽപ്പെട്ട കൃഷിസ്ഥലമാണ് എങ്കിൽ നമുക്ക് ടാക്സ് എക്സംഷൻ ഉണ്ട് എന്ന വസ്തുതയും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വസ്തു വിൽപ്പന നടത്തിയത് ആ വസ്തുവിൽ ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടായിരിക്കാം. അതായത് റോഡ് നിർമ്മിച്ച് ടാറിട്ടു, വഴി അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി, മതിൽ പണിതു, കിണറുകൾ പണിതു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന് ചിലവായിട്ടുള്ള തുക എത്രയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ വിറ്റ വർഷത്തിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയ ആ വർഷത്തിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻറ്റു നമ്മുടെ എക്സ്പെൻസ്, ആക്യുറേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും കുറച്ചിട്ട് ബാക്കി തുകയ്ക്ക് നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഇനി നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള കുടുംബ സ്വത്ത് അത് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ആ കിട്ടുന്ന തുകയ്ക്ക്, ലാഭത്തുകയ്ക്ക് ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ് ചോദ്യം.
ഇവിടെ നമ്മൾ ടാക്സ് അടയ്ക്കുക തന്നെ വേണം. ടാക്സ് കണക്കാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഉദാഹരണത്തിന് 1995 വിൽപ്പത്ര പ്രകാരം നമുക്ക് കിട്ടിയ വസ്തു നമ്മൾ 40 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നുവെന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2001 മുതൽ ഇൻഡെക്സ് ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ 2001 ഇൻഡെക്സ് തന്നെ നമ്മൾ അടിസ്ഥാനമാക്കണം. 2001, 2002 വർഷത്തിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുകയാണ്. ന്യായവില എത്രയാണെന്ന് നമ്മൾ എടുത്തിട്ട് വിറ്റ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ 2001 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ വിറ്റ വിലയിൽ നിന്നും കുറച്ചിട്ട് ആ തുകയ്ക്കാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. മറ്റ് ഡിഡക്ഷൻസിനൊന്നും അർഹനല്ല എങ്കിലും 3 ലക്ഷം രൂപ വരെയുള്ള ബേസിക് എക്സംഷൻസ് അതായത് സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി ടാക്സ് കണക്കാക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായിട്ടുള്ളത്. 23/7/2024 ബഡ്ജറ്റ് പ്രകാരം മറ്റൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. സംഗതി വളരെ സിമ്പിളാണ്. അതായത് വിറ്റ വില മൈനസ് വാങ്ങിയ വില ലാഭം കിട്ടിയ തുക. ആ ലാഭം കിട്ടിയ തുകയിൽ നമ്മുടെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പരിഗണിക്കാതെ തന്നെ 12.5% നിരക്കിൽ നമുക്ക് നികുതി അടയ്ക്കാം. 2 ഓപ്ഷനുണ്ട്. വിത്ത് ഇൻഡെക്സേഷൻ ആണെങ്കിൽ 20%, വിതൗട്ട് ഇൻഡെക്സേഷൻ ആണെങ്കിൽ 12.5%. പക്ഷേ ഒരു ക്രിട്ടിക്കൽ ഡേറ്റ് ഉണ്ട് കേട്ടോ. 23/7/2024 മുമ്പ് നമ്മളുടെ ഭൂമി അക്വയർ ചെയ്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ ഉചിതമായിട്ടുള്ള ഓപ്ഷൻ നൽകുവാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതിനുശേഷം വസ്തു ലഭിച്ചവർക്ക് 12.5% എന്ന ആ ഒരു ഫ്ലാറ്റ് റേറ്റ് ബാധകമാണ്. കാൽക്കുലേഷനും എക്സംഷനും സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരാളം സംശയങ്ങളുണ്ടാവാം. അതിനൊരു പ്രത്യേക വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.